അർത്ഥമാക്കുന്നത് കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിൽ നിന്ന് 105-ാമത്തെ ആയത്ത്, അതിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. أعوذ بالله من الشيطان الرجيم. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. ما يود الذين كفروا. മാ യവദ്ദു ഇഷ്ടപ്പെടുന്നില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, മാ യവദ്ദു ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. വദ്ദ യവദ്ദു വദ്ദ യവദ്ദു വദ്ദ യവദ്ദു എന്നാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെടുന്നു. വദ്ദ മാദി, യവദ്ദു അതിന്റെ മുദാരിഅ. വുദ് അതാണ് അതിന്റെ മസ്ദറായി വരുന്നത്. വുദ്ദുൻ ഇഷ്ടം, ആഗ്രഹം, അല്ലെങ്കിൽ വിദ്ദുൻ എന്നും പറയാറുണ്ട്. വദാദത്തുൻ എന്നൊക്കെ അതിന്റെ ആഫിയലിൽ നിന്നുള്ള അതിന്റെ മസ്ദറായി പറയാറുണ്ട് ഇഷ്ടം എന്ന പദത്തിന്. അതിന്റെ ഇഷ്ടപ്പെടുന്നവൻ എന്ന ഇസ്മു ഫാഇൽ വാദുൻ അല്ലെങ്കിൽ വദീദുൻ. വാദുൻ അല്ലെങ്കിൽ
വദീദുൻ. അതിന്റെ ഇസ്മു മഫ്ഊൽ മൗദൂദുൻ. മൗദൂദുൻ. അപ്പോ വദ്ദ യവദ്ദു ഫഅല യഫ്അലു വസ്നിലാണത്. അപ്പോ യവദ്ദു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്ന. മാ യവദ്ദു ഇഷ്ടപ്പെടുന്നില്ല. മാ എന്നത് ഹർഫ് നഫിയാണ്. മാ എന്നത് ഹർഫ് നഫിയാണ്. യവദ്ദു ഫിഅൽ മുദാരി മർഫൂആണ്. ഫിഅൽ മുദാരി മർഫൂആണ്. മാ യവദ്ദു ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. അല്ലദീന ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെടുന്നില്ല എന്നത് അതിൽ നിന്ന് ആരാണ് ആ ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് അല്ലദീന യാതൊരു കൂട്ടർ. അല്ലദീന യാതൊരു കൂട്ടർ. അല്ലദീന എന്താണ്? الذين اسم موصول مبني على الفتح في محل رفع لا ഫാഇലിന്റെ സ്ഥാനത്ത് വരുന്നു അല്ലദീന. അതായത് അല്ലദീനയാണതിൽ പ്രവൃത്തി. യവദ്ദു എന്ന പ്രവൃത്തി ചെയ്യുന്നില്ല എന്നത് അല്ലദീന യാതൊരു കൂട്ടം ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ അല്ലദീന എന്നത് ഇസ്മു മൗസൂലാണ് മബ്നിയുൻ അലൽ ഫത്ഹി അല്ലേ. അല്ലദീന എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന എന്നത് അല്ലദീനി എന്നാവില്ല, അല്ലദീനു എന്നാവില്ല. അതുകൊണ്ട് അത് മബ്നിയാണ് അലൽ ഫത്ഹ്. ഫത്ഹിലെ അത് അവസാനിക്കുള്ളൂ. മബ്നിയുൻ അലൽ ഫത്ഹ് അല്ലദീന. പക്ഷെ അത് ഫാഇൽ പ്രവൃത്തി ചെയ്യുന്നവന്റെ സ്ഥാനത്താണ്. പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അത് റഫ്അ ആയിരിക്കും. ഫാഇൽ എപ്പോഴും റഫ്അ മർഫൂഅ. അപ്പോ ഫി മഹല്ല് റഫ്അ ഫാഇൽ. الذين كفروا كفر അവിശ്വസിച്ചു. കഫറു അവർ അവിശ്വസിച്ചു. കഫറ യക്ഫുറു എന്ന പേരിൽ കഫറ യക്ഫുറുവിൽ നിന്ന് മാതി കഫറ കഫറു അവർ അവിശ്വസിച്ചു. കഫറ അവൻ അവിശ്വസിച്ചു. കഫറ അവർ രണ്ടുപേർ അവിശ്വസിച്ചു. കഫറു അവർ കുറെ പേർ അവിശ്വസിച്ചു. അപ്പോ കഫറു എന്നത് അല്ലദീന കഫറു അവിശ്വസിച്ചു യാതൊരു കൂട്ടർ അവർ അവിശ്വസിച്ചു. അല്ലദീന കഫറു എന്ന് പറയുമ്പോൾ നേരെ അർത്ഥം പറയുമ്പോൾ അല്ലദീന യാതൊരു കൂട്ടർ, കഫറു അവർ അവിശ്വസിച്ചു. അപ്പൊ ഒന്നിച്ച് പറയുമ്പോൾ അവിശ്വസിച്ചതായ അല്ലെങ്കിൽ അവിശ്വസിച്ച കൂട്ടർ അല്ലെങ്കിൽ അവിശ്വസിച്ചവർ എന്നർത്ഥം. ഒന്നിച്ച് പറയുമ്പോൾ അവിശ്വസിച്ചവർ എന്ന് പറയാം, അവിശ്വാസികൾ എന്നൊക്കെ അർത്ഥം പറയാം. അല്ലദീന കഫറു. കഫറു എന്നത്
ഇങ്ങനെയാണ് അല്ലേ. അപ്പോ ഫിഅ്ൽ മാദി മബ്നിയുൻ അല ദ്ദമ്മ, ദ്ദമ്മിൽ മബ്നിയാണ് കഫറു. അതിനുശേഷം വാവുൽ ജമാഅത്ത്. വാവുൽ ജമാഅത്ത് എന്താണ്? ളമീർ മബ്നിയുൻ അല സുകൂൻ അല്ലേ, മബ്നിയുൻ അല സുകൂൻ ഫീ മഹല്ല് റഫ്ഇ ഫാഇൽ الذين كفروا. കഫറു എന്നത് ഫിഅ്ൽ മാദി മബ്നിയുൻ അല ദ്ദമ്മ. പിന്നെ അതിനുശേഷമുള്ള വാവുൽ ജമാഅത്ത് ളമീർ മബ്നിയുൻ അല സുകൂൻ ഫീ മഹല്ല് റഫ്ഇ ഫാഇൽ. അപ്പോ الذين كفروا ما يود الذين كفروا من أهل الكتاب من أهل الكتاب. മിൻ എന്നത് ഹർഫ് ജർ. മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്ന് എന്നർത്ഥം. വേദക്കാരിൽ നിന്ന്, വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവർ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ മിൻ എന്നത് മിൻ എന്നത് ഹർഫ് ജറാണ്. മിൻ എന്നത് ഹർഫ് ജറാണ്. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലിൽ കിതാബി. അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നർത്ഥം. അഹ്ലുൻ ആളുകൾ. അഹ്ലുൻ എന്നതിന്റെ ബഹുവചനമാണ് അഹ്ലൂന. അഹ്ലൂന അല്ലെങ്കിൽ അഹാൽ ഒക്കെ അതിന് ജമ്മ പറയാറുണ്ട്. അഹ്ലൂന. അഹ്ലുൻ എന്നത് ആളുകൾ എന്നർത്ഥം. അതിന്റെ ഒരു സംഗതിയുടെ ആളുകൾ എന്ന അർത്ഥത്തിലാണ്. അതിന്റെ കൂടെ അഹ്ലിന്റെ കൂടെ ഒരു പദം കൂടി സ്വാഭാവികമായിട്ടുണ്ടാവും. കൂടെ അഹ്ലുൽ കിതാബ്, കിതാബിന്റെ ആളുകൾ. അഹ്ലുൽ കിതാബ് എന്ന് പറയുമ്പോൾ അഹ്ല് അഹ്ലുൻ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ്. കിതാബിന്റെ ആളുകൾ. അപ്പം മിൻ അതിന് മുമ്പിൽ വരുമ്പോൾ മിൻ അഹ്ലി എന്നായി മാറുന്നു. കാരണം മിന്ന് ഹർഫ് ജറാണ്. അതുകൊണ്ട് അതിന് ശേഷം വരുന്ന ഇസ്മ് മജ്റൂർ ആയിരിക്കും. അതുകൊണ്ട് അഹ്ലു എന്നത് അഹ്ലി എന്നായി മാറുന്നു. മിൻ അഹ്ലി അൽ കിതാബ്. അൽ കിതാബ് മുദാഫ് ഇലൈഹി ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ കിതാബിന്റെ ആളുകൾ, ഗ്രന്ഥത്തിന്റെ ആളുകൾ, അതായത് വേദക്കാർ എന്നാണ് അതിന് അർത്ഥം പറയാറുള്ളത്. പക്ഷെ ശരിക്കും നിൽക്കുന്ന അർത്ഥം പറയുമ്പോൾ ഗ്രന്ഥത്തിന്റെ ആളുകൾ. മിൻ അഹ്ലിൽ കിതാബി, ഗ്രന്ഥത്തിന്റെ ആളുകളിൽ നിന്ന്, ഗ്രന്ഥത്തിന്റെ ആളുകളിൽ നിന്ന്. ഇവിടെ ഗ്രന്ഥത്തിന്റെ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ ജൂത,
ക്രൈസ്തവ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സൂറത്തുൽ അൻആമിലെ 157 വചനത്തിൽ സൂറത്തുൽ അൻആമിലെ 157 വചനത്തിൽ അല്ലെങ്കിൽ 156 വചനത്തിൽ وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. ഇത് നാം അവതരിപ്പിച്ചതായ ഒരു അനുഗ്രഹീത ഗ്രന്ഥമാകുന്നു, അതിനാൽ അതിനെ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം അൻ തഖൂലു ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വായിഫതൈൻ മിൻ ഖബ്ലിനാ, അതെ നിങ്ങൾ പറയുമെന്നതിനാൽ, അതായത് മുശ്രിക്കുകൾ മക്കയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹം, അവർ പറയുമെന്നതിനാൽ എന്ത്, ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വായിഫതൈൻ മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുമ്പുള്ള 2 വിഭാഗക്കാർക്ക് മാത്രമാണ് വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലീൻ, അവരുടെ പഠനത്തെക്കുറിച്ച് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു താനും എന്ന് നിങ്ങൾ പറയുമെന്നതിനാൽ ഈ കാര്യം വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് പറയും? ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്, കിതാബ് എന്ന് പറയുന്നത്, ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വായിഫതൈൻ മിൻ ഖബ്ലിനാ, നമുക്ക് മുമ്പുള്ള 2 വിഭാഗക്കാർക്കാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറയുമെന്നതിനാൽ എന്നർത്ഥം. അപ്പം ആ 2 വിഭാഗങ്ങൾ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളാണ്. കാരണം അവർക്കാണ് വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. പൊതുവെ വിശുദ്ധ ഖുർആനിൽ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ കുറിച്ചാകുന്നു. ഓ മിൻ അഹ്ലിൽ കിതാബി, അഹ്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ മജ്റൂറാണ്, ഇസ്മ മജ്റൂറാണ്. അൽ കിതാബ് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. പിന്നെ മാ യവദ്ദു അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമില്ല. വ ലാ അൽ മുശ്രിക്കീന, വലൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമില്ല. ഇവിടെ വാവ് അത്തഫിന്റെ വാവാണ്. ല എന്ന് പറയുന്നത് ഹർഫ് നഫിയാണ്. അൽ മുശ്രിക്കീന എന്ന് മുശ്രിക്കീന എന്നാവാൻ കാരണം അവിടെ മിൻ എന്നത് വല മിൻ അൽ മുശ്രിക്കീന, അവിടെ മഅ്തൂഫാണ് മുശ്രിക്കീന. ഇങ്ങനെയാണത് വരിക, വല മിനൽ മുശ്രിക്കീന. മാ യവദ്ദു അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വല മിനൽ മുശ്രിക്കീന. അവിടെ മിൻ ആവർത്തിക്കപ്പെടേണ്ടതില്ല, അത് മഅ്തൂഫ് ആയതുകൊണ്ട്. പക്ഷെ അവിടെ അൽ മുശ്രിക്കീന എന്നത് നേരത്തെ പറഞ്ഞ മിന്നിലേക്ക് അത് ബാധകമാണ്. മിൻ എന്ന് പറഞ്ഞാൽ
മുശ്രിക്കൂന എന്നത് അൽ മുശ്രിക്കൂന എന്നത് എന്തായി മാറുന്നു? അൽ മുശ്രിക്കീന എന്നായി മാറുന്നു. വാവി നൂന് യാ നൂനായി മാറുന്നു. കാരണം അത് മജ്റൂർ ആയതുകൊണ്ട് അത് യാ നൂന് ആയി മാറുന്നു. എന്താണ് അൽ മുശ്രിക്കീന എന്ന് പറഞ്ഞാൽ? ശരിക്ക യശ്റകു ശരിക്ക യശ്റകു എന്ന് പറഞ്ഞാൽ പങ്കുചേരുക. അതിൻ്റെ പങ്കുചേരൽ എന്നർത്ഥത്തിലാണ് ഷിർക്കുൻ ഇതിന്റെ മസ്ദറായി വരുന്നത്. എന്നാൽ അശ്റക അതിന്റെ അഫ്അല വസ്നിൽ വരുന്നതാണ് അശ്റക യുശ്രികു. ഇഷ്റാഖുൻ എന്നാണ് അതിന്റെ മസ്ദറായി വരുന്നത്. അശ്റക യുശ്രികു. അതിൽ നിന്നുള്ള ഇസ്മു ഫാഇലാണ് ഷിർക്ക് ചെയ്യുന്നവൻ. പങ്കു ചേർക്കുന്നവൻ എന്നത്. പങ്കു ചേർക്കുന്നവൻ മുശ്രിക്കുൻ. അതാണ് മുശ്രിക്കുൻ. അതിന്റെ ബഹുവചനമാണ് മുശ്രിക്കൂന. ജംആണ് മുശ്രിക്കൂന. മുശ്രിക്കുൻ എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കുന്നവൻ, മുശ്രിക്കൂന പങ്കു ചേർക്കുന്നവർ. അപ്പോ സാങ്കേതികമായി മുശ്രിക്കുൻ ബഹുദൈവ വിശ്വാസി അല്ലെങ്കിൽ ബഹുദൈവ ആരാധകൻ എന്ന് പറയും. മുശ്രിക്കൂന ബഹുദൈവ ആരാധകർ, പങ്കു ചേർക്കുന്നവർ, ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയും മുശ്രിക്കൂന. അത് മാരിഫയായി വന്നതാണ്, പ്രത്യേകമായി എടുത്ത് പറഞ്ഞതാണ് അൽ മുശ്രിക്കൂന. അത് മിൻ അതിന് മുമ്പിലുള്ളത് കൊണ്ട്, ഹർഫ് ചേർത്തുള്ളത് കൊണ്ട് അൽ മുശ്രിക്കീന എന്നായി മാറും. അൽ മുശ്രിക്കീന എന്നായി മാറും. وما يود الذين كفروا من أهل الكتاب ولا المشركين معطوف على المشركين أن ينزل عليكم من خير من ربكم. അൻ യുനസ്സല ഇറക്കപ്പെടുവാൻ അല്ലെങ്കിൽ ഇറക്കപ്പെടുന്നത്. അൻ യുനസ്സല അൻ എന്നത് ഹർഫ് മസ്ദരി വനസ്ബ്. അൻ അൻ ലൻ ഇദൻ കൈ പഠിച്ചിട്ടുണ്ടല്ലോ. അൻ നസ്ബിൽപ്പെട്ടതാണ്, നവാസിബുകളിൽ പെട്ടതാണ്. അപ്പോ അൻ യുനസ്സല, നസ്സല ഇറക്കി, നമ്മൾ വിശദീകരിച്ചിട്ടുള്ള പദമാണ് നസ്സല യുനസ്സിലു. യുനസ്സിലു എന്ന് പറയുമ്പോൾ ഇറക്കുന്നു. അത് യുനസ്സലു. യുനസ്സലു എന്നത് അത് മജ്ഹൂലായി വരുന്നു. യുനസ്സലു ഫിഅൽ മുദാരി മബ്നിയുൻ ഫിൽ മജ്ഹൂലി അത് മൻസൂബ്. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل ينزلوا എന്നാൽ ഇവിടെ ഫിഅൽ മുദാരി മബ്നിയുൽ മജ്ഹൂലാണ്. യുനസ്സല എന്നാകുമ്പോൾ അത് മൻസൂബായി വരുന്നു. കാരണം എന്താണ്? യുനസ്സല എന്നാവാനുള്ള കാരണം
അത് യുനസ്സല എന്നാവാനുള്ള കാരണം അൻ യുനസ്സല. എന്താണ് നവാസിബിന് ശേഷമുള്ള നവാസിബിന് ശേഷമുള്ള ഫിയൽ മുളാരി നസ്ബ് ചെയ്യപ്പെടും അല്ലേ? നവാസിബിന് ശേഷമുള്ള ഫിയൽ മുളാരി നസ്ബ് ചെയ്യപ്പെടും. അപ്പൊ യുനസ്സല അലൈക്കും, യുനസ്സല അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുമേൽ ഇറക്കപ്പെടുന്നത് എന്നർത്ഥം. നിങ്ങൾക്കുമേൽ ഇറക്കപ്പെടുന്നത്. അപ്പോൾ വേദക്കാരിൽ നിന്നാവട്ടെ ബഹുദ വിശ്വാസികളിൽ നിന്നാവട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ഇറക്കപ്പെടുന്നത്. അയ്യുനസ്സല അലൈക്കും, അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ എന്നർത്ഥം. അലൈക്കും അല എന്നതിന്റെ കൂടെ അൻതും അല്ലെങ്കിൽ ഹും എന്ന് ചേരുന്നു. അല എന്ന് പറഞ്ഞാൽ ഹർഫ് ജറാണ്. പിന്നെ അലൈക്കും എന്ന് പറയുമ്പോൾ ഹും എന്ന ദമീർ കും, അലൈക്കും അത് ദമീറാണ്. കും എന്നത് എപ്പോഴും കും തന്നെയാണ്. കുമു എന്നോ കുമി എന്നൊന്നും ആവില്ല. അതുകൊണ്ട് മബ്നിയൻ അല സുക്കൂനാണ്. സുക്കൂനിൽ അത് മബ്നിയാണ്. കും ഫി മഹല്ല് ജർ, ജറിന്റെ സ്ഥാനത്ത് വരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പ് അല വന്നിട്ടുണ്ട്. അല എന്ന് പറഞ്ഞാൽ പിന്നെ ഹർഫ് ജറാണ്. ശേഷം വരുന്നത് ഇസ്മ എപ്പോഴും മജ്റൂർ ആയിരിക്കും എന്നർത്ഥം. അലൈക്കും യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ, മിൻ ഖൈറിൻ മിൻ ഖൈറിൻ മിൻ ഖൈറിൻ ഒരു ഗുണവും, ഒരു ഗുണവും, ഒരു ഗുണത്തിൽ നിന്നും എന്നല്ല, മിൻ ഖൈറിൻ ഒരു ഗുണവും. മിന്ന് ഇവിടെ എന്താണ്? മിന്ന് ഹർഫ് ജറ് എന്താകുന്നു? സായിദാകുന്നു. ഹർഫ് ജറ് സായിദാകുന്നു മിൻ എന്ന് പറയുന്നത്. മിൻ ഖൈറിൻ, ഖൈറിൻ എന്ന് പറയുമ്പോൾ ഖൈർ നന്മ, ഗുണം. ഇവിടെ ഖൈറുൻ എന്നത് ഖൈറിൻ എന്നാവാനുള്ള കാരണം അതിന് തൊട്ട് മുമ്പ് മിൻ എന്ന ഹർഫ് ജർ വന്നതുകൊണ്ടാണ്. പക്ഷെ അർത്ഥത്തിൽ അത് ഗുണത്തിൽ നിന്നും എന്നല്ല, ഒരു ഗുണവും എന്നർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ അയ്യുനസ്സല, അയ്യുനസ്സല ഖൈറുൻ, അയ്യുനസ്സല ഖൈറുൻ എന്നാണ് വരിക. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ നായിബ് ഫായിലായിട്ട് യുനസ്സല എന്നതിൽ നിന്നുള്ള, യുനസ്സല മജ്ഹൂലാണല്ലോ, അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന നായിബ് ഫായിലാണ് ഇവിടെ വരുന്നത്. അത് ശരിക്ക് ലഫ്ളില്
മജ്റൂറായിട്ടാണ് വരിക. പക്ഷേ മഹല്ലായിട്ട് അത് മർഫൂ ആയിട്ടാണ്. അതാണ് അയ്യുനസ്സല ഖൈറുൻ, അയ്യുനസ്സല ഖൈറുൻ, അയ്യുനസ്സല അലൈക്കും ഖൈറുൻ, അയ്യുനസ്സല അലൈക്കും ഖൈറുൻ എന്നാണ് ശരിക്ക്. പക്ഷെ അറബി ഭാഷാ പ്രയോഗം അനുസരിച്ച് അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ എന്ന് വരുമ്പോൾ അവിടെ നായിബ് ഫാഇൽ മജ്റൂറാണ്, ലഫ്ദ് മർഫൂ ആണ്, മഹല്ല. ഇങ്ങനെയാണത് വരുന്നത്. അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ, മിൻ റബ്ബിക്കും, അവിടെ മിന്ന് ഹർഫു ജർ തന്നെ. മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നും എന്നർത്ഥം. മിൻ ഹർഫ് ജർ. റബ്ബിക്കും, റബ്ബുക്കും, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബുൻ രക്ഷിതാവ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്. അവിടെ റബ്ബിക്കും എന്നാവാനുള്ള കാരണം അതിന് തൊട്ട് മുമ്പ് മിൻ എന്ന ഹർഫ് ജർ വന്നിട്ടുണ്ട്. അപ്പം മിൻ റബ്ബി എന്നായി മാറും. മിൻ റബ്ബിക്കും, മിൻ റബ്ബിക്കും. കും നിങ്ങളുടെ എന്നർത്ഥം, നിങ്ങളുടെ എന്നർത്ഥം. അത് മുദാഫ് ഇലൈഹിയായി മാറുന്നു. അപ്പൊ കും എന്നത് ഇവിടെ റബ്ബി എന്നത് മജ്റൂറാണ്, ഇസ്മു മജ്റൂറായി വരുന്നു. കും എന്നത് വമീറാണ്, മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ മുദാഫ് ഇലൈഹി, മുദാഫ് ഇലൈഹിയുടെ സ്ഥാനത്ത് വരും. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി. അപ്പോൾ ഇവിടെ മാ യവദ്ദു അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും. വേദക്കാരിൽ നിന്നാവട്ടെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നാവട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ഗുണവും ഇറക്കപ്പെടുന്നത്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. വല്ലാഹു അല്ലാഹു ആകട്ടെ. ഇവിടെ വാവ് എന്താണ്? ഇസ്തിനാഫിന്റെ വാവാണ്. വാവ് ഇസ്തിനാഫാണ്. അല്ലാഹു എന്നത് ഇസ്മുൽ ജലാല അല്ലെങ്കിൽ ലഫ്ദുൽ ജലാല, മുബ്തദ ആണ്, മർഫൂആണ്. മുബ്തദ മർഫൂആണ്. വല്ലാഹു യഖ്തസ്സു, യഖ്തസ്സ യഖ്തസ്സു. അതായത് ഖസ്സ, ഖസ്സ യഖസ്സു. ഇവിടെ ഇസ്മുൽ ജലാലത്ത് വല്ലാഹു അല്ലാഹു ആകട്ടെ എന്നർത്ഥം. ഇവിടെ വല്ലാഹു എന്ന് പറയുമ്പോൾ അല്ലാഹു ആകട്ടെ. യഖ്തസ്സു അല്ലേ, അവൻ പ്രത്യേകമാക്കുന്നു എന്നർത്ഥം. ഇവിടെ ഖസ്സ അതിന്റെ അടിസ്ഥാന പദം, അടിസ്ഥാന ഫിഅല് ഖസ്സ എന്ന, ഖസ്സ യഖസ്സു. ഖസ്സ യഖസ്സു. ഖസാസത്ത് അതിന്റെ മസ്ദറായി വരുന്നത്, അല്ലെങ്കിൽ ഖുസൂസ്. പല മസ്ദറുകളുണ്ട്. പക്ഷെ ഇവിടെ ഇഖ്തസ്സ, ഇപ്പൊ ഖസ്സയിൽ നിന്ന് ഇഖ്തസ്സ ഉണ്ടാകുന്നത് അതിന്റെ വസൻ എങ്ങനെയാ വരിക? ഇഖ്തസ്സ യഖ്തസ്സു.
അതിന്റെ വസ്ന് ഇഫ്തഅല വസ്നിലാണ്. ഇഖ്തസ്സ എന്ന് പറയുമ്പോൾ ഖസ്സയിൽ നിന്ന് ഇഫ്തഅല വസ്നിലാണ്. യഫ്തഇലു, ഇഫ്തഅല യഫ്തഇലു, ഇതാണ് ഇഖ്തസ്സ യഖ്തസ്സു. വല്ലാഹു യഖ്തസ്സു, അവൻ പ്രത്യേകമാക്കുന്നു എന്നർത്ഥം. അതിന്റെ മസ്ദർ ഇഖ്തിസാസുൻ എന്നാണ്. ഇഖ്തിസാസുൻ, ഇഖ്തസ്സ യഖ്തസ്സു ഇഖ്തിസാസുൻ. അതിന്റെ ഇസ്മു ഫാഇല് മുഖ്തസ്സുൻ, ഇസ്മു മഫ്ഊലും അതേ രൂപത്തിൽ തന്നെയാണ് വരിക. ഇവിടെ ഇഖ്തസ്സ യഖ്തസ്സു പ്രത്യേകമാക്കുന്നു എന്നർത്ഥം. വല്ലാഹു യഖ്തസ്സു, അത് ഫിഅ്ലു മുളാരിഅാണ്. ഫിഅ്ലു മുളാരി മർഫൂആണ്. അതിലടങ്ങിയ വമീർ യഖ്തസ്സു എന്നതിലടങ്ങിയ വമീർ ഹുവ, അവൻ പ്രത്യേകമാക്കുന്നു, അവൻ പ്രത്യേകമാക്കുന്നു. വല്ലാഹു യഖ്തസ്സു, അല്ലാഹു പ്രത്യേകമാക്കുന്നു എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കുന്നു. ബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട്. ബി ഹർഫ് ജർ, ഹർഫ് ജർ. റഹ്മത്തുഹി, അതായത് റഹ്മത്ത്, അവന്റെ കാരുണ്യം എന്നുള്ളതിന് എന്താ പറയാ? റഹ്മത്തുഹു, അവന്റെ കാരുണ്യം. റഹ്മത്തുഹു, അവന്റെ കാരുണ്യം. അത് റഹ്മത്തുഹു എന്ന് പറയുമ്പോൾ ഹു അത് വമീറാണ്. വമീർ മബ്നിൻ അല ദമ്മ, അല്ലേ? പക്ഷേ അത് അങ്ങനെ വരും. പക്ഷെ ഇവിടെ റഹ്മത്തിഹി എന്ന് പറയുമ്പോൾ അത് റഹ്മത്തി എന്നാവാനുള്ള കാരണം അതിന് തൊട്ട് മുമ്പ് ഹർഫ് ജർ വന്നുകൊണ്ട്, മിൻ ബി എന്ന ഹർഫ് ജർ വന്നതുകൊണ്ട് ബി റഹ്മത്തി എന്നായി മാറുന്നു. ബി റഹ്മത്തി. റഹ്മത്തി ഹി, ബി റഹ്മത്തി ഹി, അതിലേക്ക് ഹ വമീർ ചേർന്ന് വരികയാണ്. അപ്പോൾ അവിടെ വമീർ മബ്നിൻ അലൽ കസ്ർ, അല്ലേ? ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹിയാണ്. റഹ്മത്ത് ഹി, അവന്റെ കാരുണ്യം എന്ന് പറയുമ്പോൾ മുളാഫ് മുളാഫ് ഇലൈഹി. അവന്റെ പുസ്തകം, അവന്റെ ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതൊക്കെ മുളാഫ് മുളാഫ് ഇലൈഹിയാണ്. അവിടെ ബി റഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ട് എന്നർത്ഥം. അപ്പോൾ റഹ്മത്തി എന്നത് ഇസ്മ മജ്റൂറായി വരുന്നു. പിന്നെ ഹി എന്ന് പറയുന്നത് വമീർ മബ്നിൻ അലൽ കസ്ർ ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹി ആയി മാറുന്നു. الله يختص برحمته من يشاء. من يشاء, അള്ളാഹു ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകമാക്കുന്നു. അള്ളാഹു പ്രത്യേകമാക്കുന്നു ബി റഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ട്. അപ്പൊ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകമാക്കുന്നു ആരെ? മൻ, ഒരാളെ അല്ലെങ്കിൽ ചിലരെ. യശാഉ, അവൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നവരെ എന്നർത്ഥം. അപ്പൊ മൻ, യാതൊരു കൂട്ടരെ, യാതൊരു കൂട്ടരെ. ഇവിടെ മൻ എന്നത് ഇസ്മ മൗസൂലാണ്. ഇസ്മ മൗസൂല മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ല് നസ്ബ്, അല്ലേ? ഫി മഹല്ല് നസ്ബാണ്. എന്താ കാരണം? നസ്ബിന്റെ സ്ഥാനത്ത് വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നു, അള്ളാഹു പ്രത്യേകമാക്കുന്നു. കാരണം മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കുന്നു. മൻ, ഒരു കൂട്ടരെ. അത് ഒരു കൂട്ടരെ മഫ്ഊൽ ബിഹിയാണ്. ഫാഇൽ അള്ളാഹു ആണ്. ആ പ്രവൃത്തി ചെന്ന് പതിക്കുന്നത്
മൻ, യാതൊരു കൂട്ടരിലാണ്. അപ്പൊ അവർ മൻ എന്ന് പറയുന്നത് മൻ എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വരുന്നത്, നസ്ബിന്റെ സ്ഥാനത്താണ് വരുന്നത്. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നു, ഫിഅൽ മുദാരിഅണ്. ശാഅ യശാഉ, ശാഅ യശാഉ. അപ്പോ ശാഅ യശാഉ ഫിഅൽ മുദാരിഅണ്, മർഫൂഅണ്. യശാഉ. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഇവിടെ അർത്ഥം എങ്ങനെയാണ്? അല്ലാഹു ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകമാക്കുന്നു. അല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ, അല്ലാഹു ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകമാക്കുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു മഹത്തായ അനുഗ്രഹശാലിയുമാകുന്നു. ഇവിടെ വാവ് അത്ഫാണ്. അല്ലാഹു ഇസ്മുൽ ജലാല മുബ്തദഅ മർഫൂഅ. അല്ലാഹു ദു, ദുൽ ഫദ്ലി, അനുഗ്രഹമുള്ളവൻ. ദുൽ ഫദ്ൽ എന്ന് പറയുമ്പോൾ അനുഗ്രഹം ഉള്ളവൻ എന്നർത്ഥം. ദു എന്ന് പറയുന്നത് ഇവിടെ അല്ലാഹു ദു എന്ന് പറയുമ്പോൾ അത് ഖബറായിട്ടാണ് വരുന്നത്. അല്ലാഹു ദു, അനുഗ്രഹം. ദുൽ ഖബർ, അൽ ഫദ്ൽ അവിടെ മുദാഫ് ഇലൈഹി മജ്റൂറായി വരും. അപ്പോൾ ദുൽ ഫദ്ലി, ദുൽ ഫദ്ലി അനുഗ്രഹമുള്ളവൻ, ഔദാര്യമുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ദു എന്നത് നേരത്തെ അല്ലാഹു മുബ്തദഅാണെങ്കിൽ ദു അതിന്റെ ഖബറായിട്ട് വരുന്നു. ദുൽ ഫദ്ലി, അൽ ഫദ്ലി എന്നാവാനുള്ള കാരണം അത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ടാണ്. മുദാഫ് ഇലൈഹി മജ്റൂറായി വരുന്നു. അൽ അദീം, അൽ ഫദ്ലുൽ അദീം, ഇവിടെ അൽ ഫദ്ലു അൽ അദീം, അൽ ഫദ്ലുൽ അദീം, ഫദ്ലിന്റെ വിശേഷണമാണ് ഇവിടെ അൽ അദീം. ഫദ്ലിന്റെ വിശേഷണമാകുന്നു ഇവിടെ അദീം എന്ന് വരുന്നത്. അപ്പോൾ അതിന് അത്താണ് എന്താണ്? വിശേഷണമാണ് അൽ ഫദ്ലു അൽ അദീം. പക്ഷെ നഅത്ത് എപ്പോഴും മൻഊത്തിനെ ഏതിനെയാണോ വിശേഷിപ്പിക്കപ്പെട്ടത് അതിന്റെ അതേ ഇഅ്റാബായിരിക്കും ഉണ്ടാവുക, ഇഅ്റാബിൽ പിന്തുടരും. അപ്പം ദുൽ ഫദ്ലി എന്നായതുകൊണ്ട് അത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട് അത് ഫദ്ലി എന്നായി. അപ്പോൾ ദുൽ ഫദ്ലി അൽ അദീമി, അൽ ഫദ്ലി അൽ അദീമി എന്നാവാനുള്ള കാരണം അതിന്റെ മുമ്പിൽ അത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ടാണ്. ദു ഉള്ളവൻ എന്നർത്ഥം. ദുൽ ഫദ്ൽ അനുഗ്രഹമുള്ളവൻ എന്നർത്ഥമാണ്. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന, വേദക്കാരിൽ നിന്നാവട്ടെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നാവട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല. അവിശ്വാസികളിൽ അതാരും ആവട്ടെ, അത് വേദക്കാരാവട്ടെ പൊതുവിശ്വാസികളാവട്ടെ, ഈ രണ്ട് കൂട്ടരിൽ നിന്നും അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ
അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്ത്? അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നൊരു ഖൈറ് അവതരിപ്പിക്കപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു, എന്നാൽ വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അല്ലാഹു ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകമാക്കുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകത്വം, അതുപോലെ അറബി സമൂഹത്തിന് അതുവഴി പൊതുവിൽ ലഭിക്കപ്പെട്ടുള്ള ഒരു ആദരവ്, ഇതൊക്കെ പൊതുവിൽ ഈ വർഗീയമായ ചിന്ത കൊണ്ട് അവർക്ക് ഇഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനിമൗലവി പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. സത്യവിശ്വാസികളായ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നന്മയും ലഭിക്കുന്നത് വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അഥവാ അവരുടെ ശത്രുതയും ദുഷ്ട മനസ്ഥിതിയും വളരെ കടുത്തതാണ്. പ്രവാചകത്വമാകുന്ന അനുഗ്രഹം, അതിൽ വിശ്വസിച്ച് വിജയം നേടുവാനുള്ള ഭാഗ്യം എന്നിവയൊക്കെ എല്ലാവർക്കും ലഭിക്കാതെ ചിലർക്ക് മാത്രം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും കുടുസായതുകൊണ്ടല്ല, അത് വളരെ മഹത്തായതും വമ്പിച്ചതും തന്നെ. പക്ഷേ അവന് മാത്രം അറിയാവുന്ന ചില യുക്തി രഹസ്യങ്ങൾ അനുസരിച്ച് അവൻ ഉദ്ദേശിക്കുന്നവർക്കായിരിക്കും അവനത് നൽകുക എന്നൊക്കെയാണ് രണ്ടാമത്തെ ഈ വചനത്തിലെ ആശയം. അള്ളാഹുവിന്റെ മാർഗം വിട്ടു പിഴച്ചു പോകുന്നവർ ആരാണെന്നും നേർമാർഗം പ്രാപിക്കുന്നവർ ആരാണെന്നും അവന് നല്ലതുപോലെ അറിയാമല്ലോ. അപ്പൊ റിസാലത്ത് എന്ന് പറയുന്നത് ആർക്ക് ലഭിക്കുന്നു? ഒരുപാട് പ്രവാചകന്മാർക്ക് റിസാലത്ത് ലഭിക്കേണ്ടായി, നുബുവത്ത് ലഭിക്കേണ്ടായി. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് വരുന്നത്. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു, അള്ളാഹുവിനറിയാം എവിടെയാണ് അവന്റെ ആ റിസാലത്ത് കൊണ്ടുവെക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ള പ്രശ്നം ജൂതന്മാർക്കും അതുപോലെ തന്നെ ക്രൈസ്തവർക്കും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾക്കുമൊക്കെ നിങ്ങളോടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് പ്രവാചകത്വം നൽകുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ അതുവഴി ആദരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരുമായിട്ടുള്ള ആളുകളോടുള്ള ഒരു വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെ അവർ സൂക്ഷിക്കുന്നത് ഇതിന്റെയൊക്കെ പേരിലാണ് എന്നാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു ഖൈർ ഉണ്ടാകുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല, അവർ ഇഷ്ടപ്പെടുന്നില്ല. ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ കടുത്ത ഫാസിസ്റ്റുകളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളുടെയും ഒക്കെ സ്വഭാവം ഏത് കാലഘട്ടത്തിലും ഒരേ രൂപത്തിൽ തന്നെയായിരുന്നു. ഇതുപോലെ കടുത്ത നിഷേധം, അതായത് ജൂത ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം വിശ്വസിച്ചിട്ടുള്ള ആളുകളുണ്ട്, ഒരു വിഭാഗം വിശ്വാസമൊക്കെ അറിഞ്ഞിട്ടും ഇതിലേക്ക് വരാതിരിക്കാൻ അവരെ പിന്തിരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ദുഷ്ട മനസ്സുകൾ കൊണ്ടാണ്. ഇത് അവർക്കല്ലല്ലോ ലഭിക്കേണ്ടത്, ഇത് ഞങ്ങൾക്കല്ലേ ലഭിക്കേണ്ടത് തുടങ്ങിയ വർഗീയമായ ചിന്ത കൊണ്ടും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദുഷ്ട മനസ്ഥിതി കൊണ്ടുമാണ് ഇത് സത്യത്തിൽ അവർ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് വർഗീയതയില്ലാതെ മനുഷ്യലോകത്തിന് നൽകുന്ന പ്രത്യേകമായ ഒരു കാര്യമാണ് ഈ റിസാലത്ത്, നുബുവത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് അല്ലാഹു ചിലരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് അതിൽ പൂർണ്ണമായും വിശ്വാസം രേഖപ്പെടുത്തുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ആർക്കാണോ നുബുവത്ത് നൽകപ്പെട്ടത് ആ വ്യക്തിയോടും അതിൽ വിശ്വസിച്ചിട്ടുള്ളവരുമായിട്ടുള്ള വിരോധം, അവർക്ക് ഒരു നന്മയും ഉണ്ടാകുന്നത് ആഗ്രഹിക്കാതിരിക്കുകയും ആ നന്മകളെ തടയാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് അവരുടെ രീതികളിൽപ്പെട്ടതാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, അവരുടെ ആ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ യുബയ്യിനു ബിദാലിക തആല ശിദ്ദത്തു അദാവത്തിൽ കാഫിരീന മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന الذين حذر الله تعالى من مشابهتهم للمؤمنين ليقطع المودة بينكم وبينهم.
യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മുശ്രിക്കുകളുടെയും കാഫിറുകൾ അഹ്ലുൽ കിതാബിൽ നിന്നും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നുള്ള കാഫിറുകളായിട്ടുള്ള നിഷേധികളായിട്ടുള്ള ആളുകളുടെ നിങ്ങളോടുള്ള ശത്രുത അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കി തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അവരെ നിങ്ങൾ സദൃശമാക്കുവാതിരിക്കുവാനും അവരുടേതായ രീതികൾ നിങ്ങൾ അവലംബിക്കാതിരിക്കുവാനും അതുപോലൊപ്പം തന്നെ അവരോടുള്ള ഒരു മവദ്ദത്ത് ഉണ്ടാവാതിരിക്കുവാനും യഥാർത്ഥത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, വദ്ദ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ മവദ്ദത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വല്ലാഹു യഖ്തസു ബിറഹ്മതിഹി മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകമാക്കുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അല്ലാഹു ധാരാളം മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാകുന്നു എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള പഠനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പ്രവർത്തനങ്ങളിൽ കടന്നു വരാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനും ഹദീസും പഠിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ. പ്രയാസങ്ങൾ കൂടാതെ ബുദ്ധിമുട്ടുകൾ കൂടാതെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും അല്ലാഹു നമുക്ക് ധാരാളം നന്മകൾ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.